നമസ്കാരം. ഇന്നലത്തെ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് നേതാക്കൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു, തങ്ങൾക്ക് ഇനി ഒരിക്കലും ഒരു നിലനിൽപ്പില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല, തങ്ങൾ ഒരിക്കലും ഇനി കേരളത്തിൽ വിജയിക്കില്ല എന്നുള്ള കാര്യം. അതായത് കമ്മ്യൂണിസം എന്നേക്കുമായി അവസാനിച്ച അവസ്ഥയിലാണ് കേരളം. കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തള്ളിവിടുമ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ പുച്ഛമാണ്, അവർക്ക് ചിരിയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ 10 കൊല്ലത്തെ പിണറായി വിരുദ്ധ, സർക്കാർ വിരുദ്ധ, ഭരണവിരുദ്ധ വികാരം ഇന്നലെ ശക്തമായി കേരളത്തിൽ അലയടിച്ചതിൻ്റെ പ്രതിഫലനമാണ് 50 വർഷങ്ങൾക്കു ശേഷം കനത്ത പോളിംഗ് കേരളത്തിൽ നടന്നത്. നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ, LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി അവിടുത്തെ സിറ്റിംഗ് MLA കൂടിയാണ്. അദ്ദേഹം ഏകദേശം തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ പ്രിയപ്പെട്ട അപ്പൂപ്പൻ വിജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ വ്യാപകമായ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് ശിവൻകുട്ടി തന്നെ താൻ ഇനി വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അതായത് BJP വളരെ വ്യാപകമായി പണം കൊടുത്ത് വോട്ട് വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പുറത്തുവിടുന്ന ആരോപണം. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അവർക്കറിയാം, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റേറ്റിംഗ് ആണ് പ്രശ്നം. കൂടുതൽ പേരും മനസ്സിനൊരു സന്തോഷം കിട്ടാൻ അല്ലെങ്കിൽ ഒന്ന് രസിക്കാനൊക്കെയാണ് ശിവൻകുട്ടിയുടെയൊക്കെ പ്രസ്താവന കാണുന്നത്. പണ്ടത്തെ ഒരു ശിവൻകുട്ടിയെ നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയെ ആകെ കിടുകിടെ വിറപ്പിച്ച ഒരു മഹാനായിരുന്നു ശിവൻകുട്ടി. ആ ശിവൻകുട്ടി ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആരോഗ്യപരമായിട്ടായിരുന്നാലും ശരി, മറ്റേതെങ്കിലും തരത്തിലായിരുന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം പറയുന്നത് ഒരു വോട്ടിന് 15,000 രൂപ വരെ കൊടുത്തു എന്നുള്ളതാണ് ശിവൻകുട്ടി പറയുന്നൊരു കാര്യം. അത് മാത്രമല്ല, ഒരു കാറിൽ 4 പെട്ടിയിൽ പണം കൊണ്ടുവന്നുവെന്നും ആ വിവരം താൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് അറിയിച്ചെന്നും, എന്നാൽ അദ്ദേഹം പറയുന്നത് ആ കാറിൻ്റെ നമ്പർ പരിശോധിച്ചപ്പോൾ അത് ഒരു ബൈക്കിൻ്റെ നമ്പറാണെന്ന് പറയുകയാണ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ് ശിവൻകുട്ടി പറയുന്നത്. ഇനി ശിവൻകുട്ടി പറയുന്ന രസകരമായിട്ടുള്ളൊരു കാര്യം, ഗൂഗിൾ പേ വഴിയാണ് ഈ വോട്ടർമാർക്ക് പണം കൊടുത്തത് എന്നുള്ളതാണ്. പക്ഷെ തെളിവില്ല, പക്ഷേ ഗൂഗിൾ പേ വഴിയാണ് പണം കൊടുത്തത്. ഗൂഗിൾ പേ വഴിയാണ് ഈ വോട്ട് വാങ്ങാനായി പണം കൊടുത്തതെങ്കിൽ അതൊരു തെളിവാണല്ലോ. അങ്ങനെയാണെങ്കിൽ തെളിവില്ല എന്ന് തന്നെ ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും പെരും നുണകളാണെന്നുമുള്ള കാര്യം നമുക്കറിയാം. എന്ന് മാത്രമല്ല, മദ്യവും മയക്കുമരുന്നും പണവും കൊടുത്ത് BJP വോട്ട് നേടുകയാണ് എന്നും പറയുന്നു. നമുക്കില്ലാത്ത കാര്യം പറയാൻ കഴിയില്ല. കാരണം BJPയോ കോൺഗ്രസോ മദ്യത്തെയോ മയക്കുമരുന്നിനെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് CPM ആണ്, ഇടതുപക്ഷമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശിവൻകുട്ടി പറയുന്നത് BJP ആണ് ഇത്തരത്തിൽ മദ്യവും മയക്കുമരുന്നും പണവും കൊടുത്ത് വോട്ട് വാങ്ങിയത് എന്നുള്ളതാണ്. വോട്ടർമാരെ മാത്രമല്ല, ചില സംഘടനകളെയും രാജീവ് ചന്ദ്രശേഖർ വിലക്കെടുത്തു എന്നുള്ളതാണ് ശിവൻകുട്ടി ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആരോപണം ആർക്ക് വേണമെങ്കിലും ആരെ പറ്റിയും പറയാം. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ 15,000 രൂപ ഒരു വോട്ടിന് വേണ്ടി വോട്ടർമാർക്ക് കൊടുത്തു, അത് ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തത്, പക്ഷേ തെളിവില്ല എന്ന് പറയുമ്പോൾ തന്നെ ശിവൻകുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് മാത്രമല്ല, താൻ നേമത്ത് പരാജയപ്പെടും എന്നുള്ള കാര്യം ശിവൻകുട്ടി പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നല്ല കാലത്ത് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അത് നമ്മൾ പിന്നീട് അനുഭവിക്കും. അത് അനുഭവിക്കാൻ നമുക്ക് പോകാൻ കഴിയില്ല. ശിവൻകുട്ടിയുടെ നല്ല കാലത്ത് അദ്ദേഹം CITUവിൻ്റെ നേതാവായിരുന്നു. ഈ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്ത്രീകളെന്നോ പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ എതിർഭാഗത്തുള്ളവരെന്നോ ഒന്നും ഒരു ചിന്തയില്ലാതെ ഒരു പക്ക ഗുണ്ടയെ പോലെ പെരുമാറിയ ഒരാളാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായി അദ്ദേഹം പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായത്. ആ ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ക്ഷയിച്ചപ്പോൾ അദ്ദേഹം പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായി വന്നത്, അതും വിദ്യാഭ്യാസ മന്ത്രിയായി വന്നത്. സ്കൂളിലെ ഏറ്റവും അലമ്പൻ കുട്ടിയെ ക്ലാസ് ലീഡറാക്കി അവനെ നിശബ്ദനാക്കുന്നത് പോലെയുള്ള ഒരു സമീപനമാണ് പിണറായി വിജയൻ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ച് ഈ ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത്. എന്തായാലും നേമത്ത് താൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയപ്പെട്ടതിൻ്റെ കാരണം തൻ്റെ കഴിവുകേടോ ഭരണവിരുദ്ധ വികാരമോ പിണറായി വിരുദ്ധ വികാരമോ അല്ല, മറിച്ച് രാജീവ് ചന്ദ്രശേഖർ പണമൊഴുക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാജയപ്പെട്ടത് എന്നുള്ള മുൻകൂർ ജാമ്യമാണ് ഈ ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയിലൂടെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നത്. എന്തായാലും നേമത്തെ വോട്ടർമാർ അവരെന്താണ് തീരുമാനിച്ചത് എന്ന് മെയ് 4-ന് നമുക്കറിയാം. എന്തായാലും ശിവൻകുട്ടിക്ക് അവിടെ യാതൊരു രക്ഷയുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. എന്തായാലും ശിവൻകുട്ടിക്ക് ഇനി ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായ സ്ഥിതിക്ക് അദ്ദേഹം ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്.